ശ്രീ എം ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, അതായത് ഈ മൂക്കാതെ പഴുത്തെത്തിച്ച ഒരു സമരങ്ങളിൽ പങ്കെടുക്കാത്ത, കേവലം ചാനൽ ചർച്ചകളിലൂടെ പങ്കെടുത്ത് മാത്രം രംഗത്തെത്തിയ ഇയാളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരളത്തിലൊരു പൊതുപ്രവർത്തകനായി നേതാവായി അവതരിപ്പിച്ചത് ആരാണ്? അയാൾക്ക് പാലക്കാട് സീറ്റ് മറ്റുള്ള പലരെയും പിണക്കി അവരുടെ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടവരെയൊക്കെ ഒഴിവാക്കി അവരോധിച്ചത് ആരാണ്? അവർ പറയണ്ടേ ഇതിന് ഉത്തരവാദിത്വം? ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദെ, ഇപ്പൊ ഈ ചർച്ചയിൽ UDF വേണ്ടി അല്ലെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാനിരിക്കുന്നത് ശ്രീ ബി റജി ആണല്ലോ. റജി ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ, UDFകാർ, കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇക്കാര്യത്തിൽ? ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF, പ്രത്യേകിച്ച് CPM ഇറക്കുന്ന ഒരു ഒടിവിദ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് വാസ്തവത്തിൽ ആ കുട്ടി ഒരു പരാതി അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുകൂടെ പരിശോധിക്കണ്ടേ റജി, നിങ്ങളൊക്കെ? ആ പരാതി, ഞാൻ മുൻ പരാതിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇപ്പൊ തൽക്കാലം, കാര്യം നമ്മുടെ മുമ്പുള്ള ഇന്നത്തെ ആണല്ലോ. ഒരു വിശേഷണം കൊടുക്കുന്നുണ്ട് ഇയാൾക്ക് കേട്ടോ, ഈ നീചനായ ജനപ്രതിനിധിക്ക്. ഹാബിച്വൽ ഹ്യൂമനൈസർ. നാട്ടുഭാഷയിൽ പരിഭാഷപ്പെടുത്തിയാൽ സ്ഥിരം പെണ്ണുപിടിയൽ എന്ന് പറയും. അപ്പൊ അത്ര മഹത്വം ആർജിച്ച ഒരു സ്ഥിരം പെണ്ണുപിടിയനെ ന്യായീകരിക്കാനാണ് റജി ഇവിടെ ഇരിക്കുന്നത്. പെണ്ണുപിടിയനല്ല സാർ, യഥാർത്ഥത്തിൽ അതിക്രമിയാണ്, പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കുന്നവനാണ്. അജിംഷാദ്, ഞാൻ പറഞ്ഞ എന്താണെന്നറിയാം, എന്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞതിനോടൊന്നുമല്ല. ബഹുമാനപ്പെട്ട ആശ്രയും ബഹുമാനപ്പെട്ട ആതിരയും ഒന്നും പറഞ്ഞതല്ല, അജിംഷാദ് പറയുന്നതല്ല എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് MLA സ്ഥാനം രാജിവെപ്പിക്കരുത്. കാരണം കോൺഗ്രസിന്റെ നിലവാരം, സംസ്കാരം കേരളത്തിൽ ഇതാണെന്നുള്ളത് ഇനിയും അനുനിമിഷം തെളിഞ്ഞുകൊണ്ടേ ഇരുന്നോളും. രാജിവെപ്പിക്കരുത്. ശ്രീ ബി റജി, ഞാൻ പറയുന്നത് അയാളെ രാജിവെക്കാൻ പറയേണ്ടതില്ല. ഇപ്പൊ അടുത്ത മാസം നിയമസഭാ സമ്മേളനം തുടങ്ങുമല്ലോ, അവിടെയും നിങ്ങൾ കൊണ്ടുവരണം. ഈ മാന്യ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരണം, അസംബ്ലി കൊണ്ട് ഇരുത്തണം. എല്ലാവരുടെയും 140 MLA ഇടയിൽ ഇരിക്കട്ടെ ഇയാള്. ഇപ്പൊ കാനത്തിൽ ജമീല ഇല്ല, ബാക്കി 139 പേർ എപ്പോഴും ഉണ്ടല്ലോ. അവിടെ ഇരിക്കട്ടെന്നേ. അയാൾ നിയമസഭാ നടപടികളൊക്കെ പങ്കെടുപ്പിക്കണം. UDFൽ പാർലമെന്ററി പാർട്ടിനെ പുറത്താക്കിയതിലേക്ക് ഒറ്റയ്ക്കൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇരുത്തി തന്നെ പങ്കെടുപ്പിക്കണമെന്നേ. ജനങ്ങൾ മനസ്സിലാക്കട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്ര മഹത്തായ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ 21 സംസ്കാരത്തിന്റെ, പാരമ്പര്യത്തിന്റെ തിരുശേഷിപ്പുകൾ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ ജനങ്ങൾ ഈ കോൺഗ്രസിൽ നിന്ന്. നിങ്ങളത് ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു, അജിംഷാദ്, നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ഇയാളെ രാജിവെപ്പിക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു. ഇയാളെ ചുമന്നുകൊണ്ട് നടക്കട്ടെ ഈ കോൺഗ്രസ്. അതിന് കോൺഗ്രസ് മെലിയുകയാണോ വണ്ണം വെക്കുകയാണോ എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്യട്ടെ ആ പാർട്ടിക്കും UDFനും ഒന്നാകെ. അതാണ്